ആൽക്കാട് സുന്ദരമായ ഒരു കാട്ടുപ്രദേശമായിരുന്നു. ചെറിയ മലകളും പുഴകളും നിറഞ്ഞൊരു കാട്. ചെറിയ കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായി അവിടെ ജീവിച്ചു. എന്നാൽ കിട്ടുകുരങ്ങൻ മാത്രം അവസരം കിട്ടിയാൽ മറ്റു മൃഗങ്ങളെ കളിയാക്കുകയും ഓരോരോ കൗശലങ്ങൾ ഒപ്പിക്കുകയും ചെയ്യും. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ, ഉറക്കവും പോയി. ഇനി എന്ത് ചെയ്യും? വിശപ്പും തുടങ്ങി. ആരെങ്കിലും ഒക്കെ പറ്റിച്ച് മേലനങ്ങാതെ ഭക്ഷണം തരപ്പെടുത്തണം. വീണ കിട്ടുവിന്റെ കാലിൽ ഒരു മുള്ളു കുത്തിക്കയറി. അയ്യോ അയ്യോ, എന്റെ കാലേ! പച്ചയാടാ പുച്ചമാണ് പോടാ. കിട്ടു, കൊള്ളാലോ. രാവിലെ തന്നെ നീ തലയും കുത്തി വീണോ? മിക്കുവിന്റെ ആ ചോദ്യവും ചിരിയും കിട്ടുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവന് അങ്ങനെ വിട്ടാ പറ്റില്ല. പണി അവന് തന്നെ കൊടുക്കാം. ഒന്നും പറയണ്ട മിക്കു, വീണത് മാത്രമോ? ദാ കണ്ടോ, ഒരു വലിയ മുള്ള് എന്റെ കാലി തറച്ചു. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. കിട്ടുവിന്റെ കിടപ്പ് കണ്ട് മിക്കുവിന് പാവം തോന്നി. പോട്ടെ, സാരമില്ല കിട്ടു. ഈ മുള്ള് ഞാൻ എടുത്തു തരാം. മിക്കു, പതുക്കെ എടുക്കണേ. ഞാൻ ചെറിയൊരു ഡോക്ടറാണ് കിട്ടു. ഇതിപ്പോ ശരിയാക്കി തരാം. ഡോക്ടർ പോലും. നിന്റെ പണി ഇന്ന് ഞാൻ പൂട്ടിക്കുമടാ. മോനെ, നീ ഹാപ്പി അല്ലേ? ഇവന്റെ കാലിൽ കൊണ്ട മുള്ളു പോയില്ലേ? ഇനിയും ഉണ്ടോ? കാലീന്ന് വിടടാ, എനിക്കെന്റെ മുള്ളതാ. മുള്ളോ? അതല്ലേ എടുത്ത് കളഞ്ഞത്. അതൊരു വെറും മുള്ളല്ല, നല്ല വിലയുള്ള മുള്ളാണ്. ഞാൻ ആ മുള്ള ഇവിടെ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ അതെന്റെ കാലി കുത്തി കേറിയത്. അത് ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞല്ലോ, അതിന് കിട്ടില്ല. നീ എനിക്കത് തന്നില്ലെങ്കിൽ സിംഹരാജാവിന്റെ അടുത്ത് പോയി ഞാൻ പരാതി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ രാജാവൻ എന്നെ നോട്ടം ഇട്ടിരിക്കുക. അയ്യോ കിട്ടു, വേണ്ട വേണ്ട, ഞാൻ വേറെ എന്ത് വേണേലും തരാം. വേറെ എന്ത് വേണേലും തരുമോ? എന്ന് വെച്ചാൽ നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ നല്ല ക്യാരറ്റ് തരാം. തൽക്കാലം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ എന്നെ ഇവിടെ നിന്നൊന്ന് പൊക്കിയെടുക്ക്. അങ്ങനെ മിക്കു കിട്ടുവിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് നടന്നു. ഈ രണ്ടെണ്ണം കൊണ്ട് എന്താവാൻ? എന്റെ കാലിലെ വേദന കാരണം ഇന്നിനി പഴങ്ങളൊന്നും പറിക്കാൻ പറ്റില്ല. എന്റെ വിശപ്പടക്കം ഇത് പോരാ. മിക്കു കൊടുത്ത ക്യാരറ്റുമായി കിട്ടു നടന്നു നീങ്ങി. കാലത്ത് തന്നെ ഒരുത്തനെ പറ്റിച്ച ഫുഡും കിട്ടി. അടിപൊളി, ഇതൊരു പതിവാക്കാം. കിട്ടു, രാവിലെ തന്നെ ഈ ക്യാരറ്റും കൊണ്ട് എങ്ങോട്ടാണ്? ദാ വന്നല്ല. തേടിയ വള്ളി കാലി ചുറ്റി. അടുത്ത പണി എവന് തന്നെ കൊടുക്കാം. കരടിച്ചേട്ടാ, സുഖാണോ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യാമോ? പിന്നെന്താ, കിട്ടുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മൾ പണ്ടേ കൂട്ടുകാരല്ലേ. ഈ ക്യാരറ്റ് മുഴുവൻ തിന്നണോ? തിന്നാം. അത് വേണ്ട. ഈ ക്യാരറ്റ് കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്ക്. ഇത് ഇപ്പൊ കഴിക്കാൻ സമയമില്ല. എനിക്കൊരിടം വരെ പോകാനുണ്ട്. പോയി വന്നിട്ട് ഞാൻ ഇതെടുത്തോളാം. അതിനെന്താ, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. കിട്ടു, പോയിട്ട് വാ. ഇന്ന്
ഇതിൽ നിറച്ച് തേൻ കൊണ്ടുവരണം. ചെല്ല് ചെല്ല്, കുടം നിറച്ച് തേൻ കൊണ്ടുവാ. പാണ്ഡൻ കരടി അവിടെ നിന്ന് പോയ തക്കത്തിന് മിട്ടു പാണ്ഡന്റെ വീട്ടിൽ കയറി ക്യാരറ്റ് മുഴുവൻ എടുത്തു കഴിച്ചു. ഇവിടെ ആരുമില്ലേ? പാണ്ഡനെ കണ്ടതും കിട്ടു ക്ഷീണം അഭിനയിച്ച് താഴെയിരുന്നു. ഓ, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് കുറെ നോക്കി നടന്നു, ഒന്നും കിട്ടിയില്ല. എന്തൊരു ക്ഷീണം. ഓ സാരമില്ല, പാണ്ഡൻ ചേട്ടാ ആ ക്യാരറ്റ് ഇങ്ങെടുത്തേ, അതേലും കഴിച്ച് വിശപ്പടക്കാം. അയ്യോ അയ്യോ, കിട്ടു ക്യാരറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അതാരോ കട്ടെടുത്തു. കാണുന്നില്ലേ? പാണ്ഡൻ ചേട്ടാ, നീ തന്നെ അല്ലേ അതെടുത്ത് ചാപ്പിട്ടത്? കിട്ടു, കള്ളത്തരം പറയരുത്. നിന്റെ ക്യാരറ്റ് എനിക്കെന്തിനാ? എങ്കിൽ പിന്നെ അതെവിടെ? ഞാൻ ഇതിപ്പോ പോയി സിംഹരാജാവിനോട് പറയും. കിട്ടു, നീ ഒന്ന് അടങ്ങ്. സിംഹരാജാവിന്റെ അടുത്തേക്കൊന്നും പോകണ്ട. ഇപ്പോ നിന്റെ വിശപ്പല്ലേ പ്രശ്നം, അത് ഞാൻ മാറ്റിത്തരാം. ഗുഹയ്ക്കകത്തേക്ക് പോയ പാണ്ഡൻ ഒരു കുടവുമായി പുറത്തേക്ക് വന്നു. ദാ, നല്ല ഒന്നാം തരം തേനാണ്. ഇത് കുടിച്ചാ നിന്റെ എല്ലാ ക്ഷീണവും മാറും. ഈ ചെറിയ പാത്രത്തിൽ കുടിച്ചാലൊന്നും എന്റെ വിശപ്പ് മാറില്ല. തൽക്കാലം ഇത് മതി. കരടിയം പറ്റിച്ച് മുയലിനെയും പറ്റിച്ച് വയറും നിറഞ്ഞ് ഹാലസ. ഇതെന്താ ഇവൻ ഞൊണ്ടി നടക്കുന്നത്? ഒരു കുടവുമുണ്ടല്ലോ. ഇവൻ പണ്ടേ ആള് ശരിയല്ല. എന്തായാലും ഒന്ന് ചോദിച്ചു കളയാം. ഹലോ കിട്ടോ, ആ കുടത്തിലെന്താ? എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കുറുക്കച്ച. ഇത് കുറച്ച് തേനാണ്. എനിക്കാണേൽ കാലിന് മുള്ളും കുത്തിയിട്ട് ഭയങ്കര വേദന. ഇതൊന്ന് നിന്റെ വീട്ടിൽ വെക്കാമോ? ഞാൻ നാളെ രാവിലെ തന്നെ വന്നെടുത്തോളാം. ഓ, അത് ശരി. കുറുക്കൻ കിട്ടുവിന്റെ കയ്യിൽ നിന്ന് തേൻകുടം വാങ്ങി തന്റെ വീട്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കിട്ടു, നിന്റെ കുടം ആരും എടുക്കാതിരിക്കാൻ ഞാനൊരു പെട്ടിയിൽ വെച്ച് പൂട്ടി. താക്കോല് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാലോ? അതുകൊണ്ട് നീ പെട്ടി പൂട്ടണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ കിട്ടുവിന്റെ മുഖഭാവത്തിൽ നിന്ന് കുറുക്കന് കാര്യം പിടികിട്ടി. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാകില്ല. ശരി. കിട്ടു പോയുടൻ കുറുക്കൻ ആ തേൻ മുഴുവൻ കുടിച്ചു തീർത്തു. എന്നിട്ട് കുടത്തിനുള്ളിലേക്ക് ഒരു ഞണ്ടിനെ ഇട്ടു. അത് ആ പെട്ടിക്കുള്ളിൽ വച്ചു. എന്നിട്ടവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അയ്യോ അയ്യോ, അയ്യോ അയ്യോ, കിട്ടു, നീ ഈ ചതി ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ നീ പാവപ്പെട്ട മൃഗങ്ങളെ ഇനിയും ഉപദ്രവിക്കും. ഞണ്ടിന്റെ കടിയേറ്റ കിട്ടുകുരങ്ങൻ അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി.
എന്തൊരു വികൃതിയാണ് ഈ കുരങ്ങനെ. ആ മാമ്പഴം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. ഇങ്ങനെയുണ്ടോ ഒരു വികൃതി? നൂലൻകുരങ്ങൻ മഹാവികൃതിയായിരുന്നു. അവന്റെ വികൃതികൾ കാട്ടിലെ മറ്റു ജീവികൾക്ക് വലിയ ശല്യമായിരുന്നു. അയ്യോ, അയ്യോ എന്റെ വാലേ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ കുറച്ച് മരം വെട്ടുകാരെത്തി. അവര് കാടിന്റെ ഒരു ഭാഗത്ത് മരങ്ങൾ മുറിക്കുവാൻ തുടങ്ങി. മോനെ നൂല, കാട്ടിൽ മരം വെട്ടുകാർ എത്തിയിട്ടുണ്ട്. നീ അവിടേക്കെങ്ങും പോയേക്കരുതേ. അവരുടെ മുന്നിൽ പെട്ടാൽ അപകടമാണ്. ഉവ്വ്, സമ്മതിച്ചു. എങ്കിൽ അവിടേക്ക് ഇപ്പൊ തന്നെ പോയിട്ടേ ബാക്കി കാര്യമുള്ളൂ. മരം മുറിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മോനെ, അവിടെ പോയി നിന്റെ വികൃതി ഒന്നും കാണിക്കരുതേ. അധികം വൈകാതെ തന്നെ നൂലൻകുരങ്ങൻ അവിടെ എത്തി. ആ സമയം മരം വെട്ടുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് അവർ വിശ്രമിക്കുകയായിരുന്നു. അവിടെ എത്തിയ നൂലൻകുരങ്ങൻ മരം വെട്ടുകാരുടെ പണി ആയുധങ്ങൾ ഒന്നൊന്നായി എടുത്ത് കളിക്കുവാൻ തുടങ്ങി. ഒടുവിൽ നൂലൻകുരങ്ങനും അത് തന്നെ സംഭവിച്ചു. അങ്ങനെ അഹങ്കാരിയും വികൃതിയുമായ നൂലൻകുരങ്ങന് അവന്റെ വാല നഷ്ടമായി. വാലില്ലാ കുരങ്ങൻ പോണത് കണ്ടോ? കണ്ടേ കണ്ടേ. വാലില്ലാത്ത കുരങ്ങനെ കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം കളിയാക്കാൻ തുടങ്ങി. നൂലന് വല്ലാത്ത സങ്കടമായി. അവനൊരു വലിയ മരത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി. അപ്പോഴാണ് ആ മരത്തിന്റെ പൊത്തില് എന്തോ തിളങ്ങുന്നത് നൂലൻ കണ്ടത്. ഇതൊരു വിളക്കാണല്ലോ. ആ, വാല് നഷ്ടപ്പെട്ട എനിക്ക് വനദേവത തന്നതാവും ഈ വിളക്ക്. ഏതായാലും ഇതിരിക്കട്ടെ. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. നിന്നെ സഹായിക്കാനാണ് ഞാൻ വന്നത്. എന്നെ സഹായിക്കാനോ? അതെങ്ങനെ? അതെ, ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാം. എന്റെ ഏതാഗ്രഹങ്ങൾ? നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. പക്ഷേ 3 മാത്രം. ഹായ്, കോളടിച്ചു. 3 മരങ്ങളും വാങ്ങിച്ചിട്ട് വേണം ഈ കാട്ടിൽ രാജാവിനെ പോലൊന്ന് വിലസാൻ. ആദ്യം എൻ്റെ മുറിഞ്ഞ വാല് തന്നെ ചോദിക്കാം. എനിക്ക് എൻ്റെ മുറിഞ്ഞു പോയ വാല് തിരിച്ചു കിട്ടണം. ആദ്യം അത് കൊണ്ടുത്താ. ഓ, അതിനെന്താ? ഇതാ നിന്റെ വാല്, എടുത്തോളൂ. ഇതെന്താ ഭൂതമേ ഇങ്ങനെ? വാല് എൻ്റെ ദേഹത്ത് വെക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഓ, അത്രയേ ഉള്ളൂ. ദേഹത്തെങ്കിൽ ദേഹത്ത്. ഇതാ പിടിച്ചോ.
അയ്യോ, ഇതെന്ത് പണിയായി കാണിച്ചത്? വാല് വയറ്റിലാണോ വെക്കുന്നത്? പിന്നെവിടെയാ? അയ്യയ്യോ, വാലിരിക്കുന്നത് എവിടെയാണെന്നൊരു ഭൂതത്തിനറിയില്ലേ? ഇല്ലല്ലോ മിത്രമേ, എനിക്ക് വാലില്ലല്ലോ. ഇതാ ഇവിടെ വെക്കണം, മനസ്സിലായോ? ഓ, അങ്ങനെയോ? ഇതാ വെച്ചിരിക്കുന്നു. ഹായ് ഹായ് ഹായ്, എൻ്റെ വാല് തിരിച്ചു കിട്ടി. ഭൂതമേ, ഇനി എനിക്ക് ബാക്കിയുള്ള 2 വരങ്ങൾ കൂടി താ. നിനക്കു ഞാൻ 3 വരങ്ങളും തന്നു കഴിഞ്ഞു. ഏ, അതെങ്ങനെ? 1 വരമല്ലേ എനിക്ക് കിട്ടിയുള്ളൂ? വാലുകൊണ്ട് തന്നത് 1-ാമത്തെ വരം, അത് വയറ്റിൽ വെച്ച് തന്നത് 2-ാമത്തെ വരം, വാല് മാറ്റി വെച്ച് തന്നതാണ് 3-ാമത്തെ വരം. ഏ, എന്നാലും ഇതൊരു ചതിയായിപ്പോയി. എടാ മണ്ട, വികൃതി കുരങ്ങ, നിനക്ക് വാലെങ്കിലും തിരികെ കിട്ടിയില്ലേ? അതുതന്നെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ഇനിയെങ്കിലും ആരെയും ഉപദ്രവിക്കരുത്, മനസ്സിലായോ? പിന്നീട് ഒരിക്കലും അവൻ മറ്റു ജീവികളെ ഉപദ്രവിക്കുകയോ കളിയാക്കുകയോ ചെയ്തിട്ടില്ല. പണ്ട് കിങ്ങിണിപ്പുഴ എന്ന് പേരുള്ള അതീവ സുന്ദരിയായ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴക്കര മരങ്ങളാൽ വളരെ സമ്പുഷ്ടമായിരുന്നു. അക്കൂട്ടത്തിൽ നല്ല വലിപ്പമുള്ള നിറയെ പഴങ്ങളുള്ള ഒരു അത്തിമരത്തിലാണ് ചങ്ങാതിമാരായ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത്. ആ പഴുത്തത് എനിക്ക്. ഇതാടാ, നീ എടുത്തോ. ഹായ്, ഈ അത്തിപ്പഴത്തിന് എന്തൊരു മധുരം. എനിക്കും കിട്ടി ഒരെണ്ണം. നല്ല മധുരം. ഇന്ന് ഒരുപാടായി. ശരിയാവാല, അത്തിപ്പഴത്തിന്റെ രുചി കാരണം ഞാനും ഒരുപാടങ്ങ് കഴിച്ചു. എനിക്കും തരുമോ അത്തിപ്പഴം? നല്ല വിശപ്പുണ്ട്. മുതല പഴങ്ങൾ കഴിക്കുമോ? വിശന്നാൽ എന്തും കഴിക്കും. ഹായ്, എന്ത് രുചിയാണിതിന്! എന്തൊരു മധുരം! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാം. ആഹാ, നന്ദി സുഹൃത്തേ, എന്റെ വിശപ്പ് മാറി. ഞാൻ പൊക്കോട്ടെ? ആട്ടെ, നിന്റെ പേരെന്താണ്? മുരുക്കൻ എന്നാണ് ചങ്ങാതി. നിന്റെ പേരെന്താണ്? വാലൻകുരങ്ങൻ. ഇവൻ കണ്ണൻ, അണ്ണാരക്കണ്ണൻ. അപ്പോ ശരി ചങ്ങാതിമാരെ. ശരി ശരി. മുരുക്കൻ, പേര് കേട്ടാൽ അറിയാം, ചങ്ങാത്തത്തിന് പറ്റിയ ആളല്ല. ആര് പറഞ്ഞു? പാവ മുതലച്ചാൽ. പാവമോ? അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അടുത്ത കുന്നിൻചെരുവിൽ പഴുത്ത് പാകമായ നല്ല വാഴപ്പഴങ്ങൾ നിൽപ്പുണ്ട്. എവിടെ? നമ്മുടെ പുല്ലാങ്കുന്നിന്റെ ചെരുവില്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, ഞാനില്ല.
നീ പോയി കഴിച്ചോ കണ്ണാ. ഞാൻ നിന്നെ കൊണ്ട് പോകാനാ ഓടിച്ചാടി വന്നത്. ഇല്ലടാ, നീ പോയിക്കോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാത്തിരിക്കുക. ഓ, ആ മുരുക്കൻ മുതലേ ആവും. അതെ, അതിനെന്താ? പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോ ഈ പഴയ ചങ്ങാതിയെ നീ ഉപേക്ഷിച്ചു അല്ലേടാ വാല? അങ്ങനൊന്നുമില്ല. ശരി, ഞാൻ പോകുന്നു. കിങ്ങിണിപ്പുഴയുടെ മറുകരയിലുള്ള പാറക്കൂട്ടത്തിലാണ് മുരുക്കൻ മുതല താമസിച്ചിരുന്നത്. അത്തിപ്പഴത്തിന്റെ രുചിയറിഞ്ഞ മുതലച്ചാർ പിന്നെ ദിവസവും അത്തിപ്പഴം കഴിക്കാനായി പുഴ നീന്തി ഇക്കര വരും. ഈ മുതലച്ചാരിത് എവിടെ പോയി? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മടുത്തോ കൂട്ടുകാരാ? പിന്നെ നിനക്ക് തരാനായി അത്തിപ്പഴങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? ക്ഷമിക്കൂ ചങ്ങാതി, ഞാൻ എത്തിയല്ലോ. ഹായ്, എന്തൊരു രുചിയാണ്. കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാനേ. എന്തൊരു രുചിയാണ്. ഹായ്, ഇന്നെനിക്ക് ഒരു കുല അത്തിപ്പഴം കൂടുതൽ വേണം. അതെന്തേ, വീട്ടിലിരുന്ന് കഴിക്കാനാണോ? അല്ല ചങ്ങാതി, എന്റെ ഭാര്യ നീലിക്കാണ്. ഓഹോ, അതിനെന്താണ്? ഒന്നല്ല 2 കുല അത്തിപ്പഴം തന്നേക്കാം, പോരെ? വളരെ നന്ദി സുഹൃത്തേ. വാലങ്കുരങ്ങനുണ്ടല്ലോ 2 കുല അത്തിപ്പഴം വെറുത്ത് മുതലച്ചാർക്ക് കൊടുത്തു. അതും കൊണ്ട് മറുകരയിലുള്ള തന്റെ വീട്ടിലേക്ക് മുരുക്കൻ തിരികെ പോയി. നീലി, ദേ നോക്ക്, നിനക്കായി ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന്. അത്തിപ്പഴം കഴിച്ചു നോക്ക്. എന്ത് രുചിയാണ് ഈ പഴത്തിന്. അതെ അതെ, എന്റെ ചങ്ങാതി തന്നതാണ്. വാലൻ കുരങ്ങൻ. അവൻ എപ്പോഴും ഈ അത്തിപ്പഴങ്ങളാണ് കഴിക്കുന്നത്. ശരിക്കും ഈ പഴത്തിന് എന്ത് സ്വാദാണ്. ദിവസവും ഈ പഴം കടിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിനും എന്ത് രുചിയായിരിക്കും. നല്ല തേൻ പോലത്തെ മധുരമായിരിക്കും. നീലി, അവൻ എന്റെ ചങ്ങാതിയാണ്. അതുകൊണ്ടാണ് ഈ അത്തിപ്പഴം നമുക്ക് തന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. അല്ല, അത് ഞാൻ ഇങ്ങനെ. നിങ്ങൾക്ക് ഭാര്യയായ എന്നോടാണോ അതോ ആ കുരങ്ങനോടാണോ സ്നേഹം? ധർമ്മസങ്കടത്തിലായ മുരുക്കൻ മുതല തിരികെ അത്തിമരച്ചോട്ടിലേക്ക് യാത്രയും തിരിച്ചു. കുരങ്ങനെ വീട്ടിലെത്തിക്കാൻ എന്തെങ്കിലും കൗശലം പ്രയോഗിക്കണം. ചങ്ങാതി, വാല. ഇതാര്? മുതലച്ചാര? എന്തേ, അത്തിപ്പഴം തികഞ്ഞില്ലേ? അതല്ല ചങ്ങാതി, വാ പുറപ്പെടാം. പുറപ്പെടാനോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് തന്നെ. എന്റെ ഭാര്യ നീലി ഒരു സമാധാനവും തരുന്നില്ല. ഇത്രയും സ്വാദുള്ള അത്തിപ്പഴങ്ങൾ തന്ന ചങ്ങാതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിപ്പോ നിനക്കായി ഒരു ഗംഭീരൻ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പായസമുണ്ടോ?
എല്ലാം ഉണ്ടെന്നേ. വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹായ്. അയ്യോ, അതെങ്ങനെ പോകും? ഞാൻ എങ്ങനെ വരും? എനിക്ക് നീന്തലറിയില്ലല്ലോ. നീ എന്റെ പുറത്ത് കയറിക്കോ, ഞാൻ ഈ പുഴയിലൂടെ കൊണ്ടുപോകാം. ആ, അത് കൊള്ളാലോ. ഹായ്, വെള്ളത്തിന് മീതെ ഒരു സവാരിയും പായസം കൂട്ടി ഒരു സദ്യയും. ആ. അതെ അതെ. അങ്ങനെ വാലൻകുരങ്ങനെയും പുറത്തിരുത്തി മുതലച്ചാര് പുഴയിലൂടെ മുന്നോട്ട് നീങ്ങി. പുഴയുടെ ഒത്ത നടുവിലെത്തിയപ്പോ മുരുക്കൻ മുതല ശരിക്കുള്ള സത്യം പറഞ്ഞു. എടാ കുരങ്ങ, നിനക്കിന്ന് സദ്യയില്ല. നീയാണ് ഇന്നത്തെ സദ്യ. എന്തെന്നാ മുതലച്ചാരെ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സദ്യ തരാനല്ല, പിന്നെ എന്റെ നീലിക്ക് നിന്റെ ഹൃദയം തിന്നാൻ ഒരു കൊതി. അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. അയ്യോ, മുതലച്ചാർക്ക് ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ദേ നോക്കിയേ, ഇത്രയധികം അത്തിപ്പഴം ഞാൻ പറിച്ചതുപോലും മുതലച്ചാരുടെ ഭാര്യ നീലിക്ക് സമ്മാനം കൊടുക്കാനല്ലേ. കൗശലമേൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു, എന്റെ ഹൃദയം മുതലച്ചാരുടെ ഭാര്യക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്തു പക്ഷേ? ആരും എടുക്കാതിരിക്കാൻ ഞാൻ എന്റെ ഹൃദയം അത്തിമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു പൊത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നേൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരായിരുന്നു. ഇനിയിപ്പോ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? നമുക്ക് തിരികെ പോയി എടുത്തോണ്ട് വരാം. എടാ ദുഷ്ട മുരുക്ക, നീ എന്റെ ചങ്ങാതിയല്ല, ചതിയനാണ്. എന്റെ ഹൃദയം വേണമല്ലേ നിനക്ക്? കുരങ്ങ, പെട്ടെന്ന് നീ നിന്റെ ഹൃദയം എടുത്തുകൊണ്ട് വാ. എടാ മണ്ടച്ചാരെ, ഹൃദയമില്ലാതെ എങ്ങനാടാ ജീവിക്കുന്നത്? അത് മാറ്റി വേറൊരിടത്ത് വെക്കാൻ പറ്റുമോ? എടാ മണ്ട. അത് ചങ്ങാതി, നീ ഒന്നും പറയണ്ട. ഇനി മുതൽ ദിവസവും ഇങ്ങോട്ട് വരികയും വേണ്ട. നിനക്ക് അത്തിപ്പഴവുമില്ല, എനിക്കിങ്ങനെ ഒരു ചതിയൻ ചങ്ങാതിയും വേണ്ട. പൊക്കോ. പിന്നീടൊരിക്കലും ആ ചതിയൻ മുതല കിങ്ങിണിപ്പുഴ നീന്തി ഇക്കര വന്നിട്ടില്ല. ഉറ്റ ചങ്ങാതിമാരായ നമ്മുടെ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും വളരെ സന്തോഷത്തോടെ പിന്നെയും ആ അത്തിമരത്തിൽ കഴിച്ചു. മഞ്ചാടിക്കാട്ടിലെ കുസൃതി കുറുമ്പന്മാരാണ് ചെമ്പൻ കുരങ്ങനും അമ്പുവണ്ണാനും. ഒരിക്കൽ ഇരുവരും കൂടി വനത്തിലൂടെ നടന്നു വരുമ്പോൾ, ചെമ്പാ, അത് നോക്കിക്കേ, നീ കണ്ടോ? അത് നമ്മുടെ കാക്കപ്പെണ്ണിന്റെ കൂടല്ലേ അമ്പു? അതെ, ഇപ്പോ ആ കാക്കപ്പെണ്ണ് കുയിലമ്മയുമായി വലിയ ചങ്ങാത്തമാണ്. അതെയോ? അത് ഇന്ന് മുതൽ? ചെമ്പാ, നീ ഈ കാട്ടിലൊന്നുമല്ലേ താമസം? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം. എന്നാ വാ, വഴിയുണ്ട്. കാക്കയുടെ കൂട്ടിൽ നിന്ന് എടുത്ത മുട്ടകൾ കുസൃതി കുറുമ്പന്മാർ ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ഇപ്പൊ നമുക്ക് രസിക്കാനുള്ള സംഭവങ്ങൾ കിട്ടും. വാ, വേഗം കാക്കപ്പെണ്ണിന്റെ കൂട്ടിന്റെ അടുത്തേക്ക് പോവാം. ശരി അമ്പു, വാ പോയേക്കാം. തിരികെ കാക്കപ്പെണ്ണിന്റെ കൂടിനടുത്തെത്തിയ അമ്പുവും ചെമ്പനും ഒരു ഇലഞ്ഞിമരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു നമ്മളുടെ കാക്കപ്പെണ്ണ്. ചെമ്പാ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് വരുന്നുണ്ട്. ഹായ് ഹായ്, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് കൂട്ടിനകത്തേക്ക് കയറി. അയ്യോ, എന്റെ മുട്ടകൾ! ആരാ എന്റെ കൂട്ടിൽ കയറിയത്? ആരാ എന്റെ കൂട്ടിൽ കയറി മുട്ടകൾ മോഷ്ടിച്ചത്? ആ തക്കം നോക്കി നമ്മുടെ കുസൃതി കുറുമ്പന്മാർ മരത്തിന്റെ മറവിൽ നിന്നിറങ്ങി
കാക്കയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അയ്യോ കാക്കപ്പെണ്ണെ, കുയിലമ്മ കൂട്ടിൽ കയറുന്ന ഞങ്ങളെ ഈ 4 കണ്ണുകൊണ്ടും കണ്ടവാ. ഓഹോ, കുയിലമ്മയെ ഞാൻ വിശ്വസിച്ചു. അവൾ എന്നെ വഞ്ചിച്ചു. ഇന്ന് അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. ഇന്ന് അടിപൊളിയാണ്. വാ, നമുക്കും പോയി നോക്കാം. നല്ല രസമാകും. അല്ലേ നമ്മൾ അടി ഉണ്ടാക്കും. വാ വേഗം പോവാ. കാക്കപ്പെണ്ണെ, നീ ദേഷ്യത്തിലാണല്ലോ. എന്റെ മുട്ടകൾ മോഷ്ടിച്ചിട്ട് നീ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ. വേഗം എന്റെ മുട്ടകൾ തിരിച്ചതാ. മുട്ടകൾ മോഷ്ടിച്ചെന്നോ? ഞാനോ? അതെ, നീ തന്നെ. നിനക്കറിയാമല്ലോ, സ്വന്തമായി കൂടുപോലും ഇല്ലാത്ത ഞങ്ങൾ കുയിലുകൾ കാക്കക്കൂട്ടിലല്ലേ മുട്ടയിടുന്നത്. അല്ല, കള്ളം. നീ തന്നെയാ മുട്ടകൾ മോഷ്ടിച്ചത്. ഹായ് ഹായ് ചെമ്പ, അവർ തമ്മിൽ അടി തുടങ്ങി. അങ്ങനെ ചെമ്പനും അമ്പുവും കാരണം കുയിലമ്മയും കാക്കപ്പെണ്ണും വീണ്ടും ശത്രുക്കളായി. അങ്ങനെ ഒരു ദിവസം ചെമ്പനും അമ്പുവും കൂടി പുഴ കടന്ന് ഗ്രാമം കാണാനായിട്ട് ഇറങ്ങി. കാക്കപ്പെണ്ണും കുയിലമ്മയും തമ്മിലടിയായേ, കണ്ടു നിന്നവർക്ക് പണിയായേ, നമുക്കത് രസമായേ, കലപ്പില കലപ്പില ബഹളമായേ, കാക്കപ്പെണ്ണും കുയിലമ്മയും പിണക്കമായേ. എന്ത് രസം, എന്ത് രസം. എടേ നോക്ക്, ദേ ഗ്രാമം എത്തി. ഓ, ഞാൻ നന്നായി പാടി വരുമായിരുന്നു. ഇരുവരും ഗ്രാമഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ അതാ ഒരു കിളിക്കൂട്. കൂട്ടിൽ പഴുത്ത മാമ്പഴം. അമ്പു, ഒന്ന് നിന്നേ. നീ അത് കണ്ടോ? ആ കൂട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട പഴങ്ങൾ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമുക്ക് ആ കൂട് ചേർന്നെടുക്കാം. ചെമ്പന്റെ സഹായത്താൽ രക്ഷപ്പെട്ട തത്തകൾ ചെമ്പന്റെയും അമ്പുവിന്റെയും പിന്നാലെ പോകുകയും ചെയ്തു. നല്ല മധുരമുള്ള പഴങ്ങൾ. അതെ ചെമ്പ, നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാം. എനിക്കെന്തോ ഒരു പേടി. എന്തിന്? അറിയില്ല, ഇത് നമ്മുടെ കാടല്ലല്ലോ. കാട്ടിൽ ചെയ്യുന്നതൊക്കെ നാട്ടിൽ ചെയ്താൽ ചിലപ്പോ തല്ല് കിട്ടും. കാടായാലും നാടായാലും എനിക്കൊരുപോലെ. അങ്ങനെയല്ല ചെമ്പ, കാട് നമ്മുടെ വീടാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം. ആരും നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷെ നാട്... നീ പേടിക്കണ്ട, നമുക്ക് പോകാം. അയ്യോ അയ്യോ, ഞങ്ങളൊന്ന് ചെയ്യലേ. ഞങ്ങൾ പോയേക്കാം. ഞങ്ങളെ തുറന്നു വിടണേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെമ്പ, മനുഷ്യർക്ക് നമ്മുടെ ഭാഷ അറിയില്ലല്ലോ. ഇതൊക്കെ മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ആ തത്തകൾ രണ്ടും കാണുന്നുണ്ടായിരുന്നു. നമ്മളെ അറിയാതാണെങ്കിലും സഹായിച്ചതാണ് അവർ. അതെ, എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം. നമ്മൾ എങ്ങനെ രക്ഷിക്കും? ഒരു മാർഗമുണ്ടാവും. വാ നോക്കാം. കാക്കപ്പെണ്ണെ, സഹായിക്കണേ. നമ്മളൊരു ചങ്ങാതി അപകടത്തിലാണേ, സഹായിക്കണേ. നിങ്ങളൊക്കെ ഏതാ? എന്താ സംഭവം? ഞങ്ങളുടെ ചങ്ങാതിമാരായ ഒരു കുരങ്ങനെയും മണ്ണാനെയും ഒരു മനുഷ്യൻ വലയിട്ട് പിടിച്ചു. സഹായിക്കണേ. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അവരെ രക്ഷിക്കും. അവരെങ്ങോട്ടാ പോയത്? ഞങ്ങളുടെ പുറകെ വന്നാൽ മതി. അങ്ങനെ കാക്കക്കൂട്ടൻ തത്തയുടെ പിന്നാലെ പറന്നു. ഞങ്ങളൊന്ന് ചെയ്യല്ലേ, വെറുതെ വിടണേ. ഞങ്ങൾ ഇനി ഈ ഗ്രാമത്തിൽ വരില്ല. ഞങ്ങളെ പോകാൻ അനുവദിക്കണേ. ചെമ്പ, നീ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല.
അയ്യോ രക്ഷിക്കണേ. ഹോ, 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 പോകാക്കെ. ഹോ, ഹോ. ഹാവൂ, രക്ഷപ്പെട്ടു. കാക്കപ്പെണ്ണങ്ങനെ ഇവിടെ? ഞാൻ ഗ്രാമത്തിൽ തീറ്റ തേടി വരാറുണ്ട്. കാക്കപ്പെണ്ണെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാക്കപ്പെണ്ണെ, ഞങ്ങളോട് ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം നിന്റെ മുട്ടകൾ ഒളിപ്പിച്ചു വെച്ചത് ഞങ്ങളാണ്. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. സാരമില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളെ സഹായിച്ചത് ശരിക്കും ഞാനല്ല. പിന്നെ ആരാണ് കാക്കപ്പെണ്ണെ? ദാ ആ തത്തകൾ. നിങ്ങൾ തുറന്ന കൂട്ടിൽ ഞങ്ങൾ രണ്ടും ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അതിന് ഇങ്ങനെയല്ലേ നന്ദി പറയേണ്ടത്? നന്ദിയുണ്ട് തത്തപ്പെണ്ണെ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു. എല്ലാം ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ടാണ്. ഇനി ഞങ്ങൾ ആരെയും നോവിക്കില്ല. ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. അങ്ങനെ ചെമ്പനും അമ്പുവും കൂടി കാക്കപ്പെണ്ണിനോട് തത്തയോട് നന്ദി പറഞ്ഞിട്ട് തിരികെ കാട്ടിലേക്ക് തന്നെ മടങ്ങി. പോകും വഴി താൻ മോഷ്ടിച്ച തൊപ്പി തിരികെ നൽകാനും ചെമ്പൻ മറന്നില്ല.